വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളുമായി വല്ലപ്പുഴയിൽ റയാൻ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴ തെങ്ങുംവളപ്പിലാണ് റയാൻ ഹൈപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന പഴഞ്ചൊല്ല് അർത്ഥവർത്താക്കിയാണ് റയാൻ ഹൈപ്പർ മാർക്കറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധന സാമഗ്രികളും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് റയാൻ ഹൈപ്പർ മാർക്കറ്റ് വല്ലപ്പുഴയിൽ ആരംഭിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷൈൻ ഗ്രൂപ്പിലെ ഷർഫുദ്ദീൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരടക്കമുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മാതൃകരമായ ഒരു സംരംഭമാണ് ഇന്നലെ തുറന്നു വച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ആദന മഹാരാജിൻ്റെയൊക്കെ നേതൃത്വത്തിൽ, അൻവറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ. ഇന്ന് നമുക്കറിയാം, ഇത് സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റല്ല. ഫണ്ട് കൊടുത്ത് അവകാശികൾ തുടങ്ങുന്ന അത് അവർക്ക് ജീവിതകാലം മുഴുവനും ഉപജീവനമാർഗമായി മാറുന്ന രീതിയിലുള്ള നല്ല ഒരു ഉദ്യമമാണ് ഇവിടെ തുറന്നു വച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി മുന്നോട്ട് വന്ന മഹാരാജിനെയും അതുപോലെ കൂടെ നിന്നവർക്കൊക്കെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ഒരു സംരംഭത്തിന് നമ്മളൊക്കെ കഴിയുന്നതും ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി ഈ സംരംഭവുമായി സഹകരിച്ചു പോകാൻ ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും റയാൻ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. വിലക്കുറവിന്റെ വലിയ ലോകമാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. മെയ് 8, 9, 10 തീയതികളിൽ ഉദ്ഘാടന ഓഫറുകളും ഉപഭോക്താക്കളെ കാത്തിരിക്കുകയാണ്. ശനി, ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ടെന്നും സ്ഥാപനാധികൃതർ സൂചിപ്പിച്ചു. റയാൻ എന്റർപ്രൈസസ് കീഴിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ചാരിറ്റിക്ക് മുൻതൂക്കം നൽകിയുള്ള പ്രവർത്തനങ്ങൾക്കും റയാൻ എന്റർപ്രൈസസ് നേതൃത്വം നൽകുന്നുവെന്നും അധികൃതർ സൂചിപ്പിച്ചു. റയാൻ ഹൈപ്പർ മാർക്കറ്റ് എന്ന സംരംഭം തുടങ്ങിയിട്ടുള്ളത് സക്കാത്തിന് അർഹരായ ആളുകളുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദാരിദ്ര്യം ഇല്ലാതാക്കുക നമ്മളുടെ ഈ നാട്ടിൽ, അതേമാതിരി തന്നെ പുറത്തുള്ളവർക്കും നമ്മൾ എത്തിക്കണം. ഇത് നമ്മളൊരു തുടക്കമാണ്.
ഇതിനോടനുബന്ധിച്ച് ഒരുപാട് പദ്ധതികൾ നമ്മൾ ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി അടുത്ത പരിപാടികളെല്ലാം ഇതിനോടനുബന്ധിച്ച് ചെയ്യുന്നതാണ്. ചാരിറ്റി ബേസ്ഡുള്ള സ്ഥാപനമാണ്. അതുപോലെ തന്നെ അവർക്ക് ഓരോരോ മാസം കിട്ടുമ്പോഴും അവരുടെ ചെലവ് കഴിഞ്ഞു പോകാന്നുള്ളതാണ്. പിന്നെ നമ്മൾ ബിസിനസ് നന്നായി വരുമ്പോൾ ഇതിന്റെ ലാഭം കൂടുമ്പോൾ അവർക്ക് അടുത്ത വർഷം അവര് മറ്റുള്ളവർക്ക് സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നുള്ള ലാഭവിഹിതം പാവപ്പെട്ടവർക്കായി നീക്കിവെച്ചിരിക്കുകയാണെന്നും സാമൂഹ്യ നന്മയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഇവർ സൂചിപ്പിച്ചു. സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ആളുകളെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പർപ്പസിലാണ് നമ്മൾ സംരംഭം തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പാവപ്പെട്ട ആളുകളുള്ളത് കുറച്ച് കഴിയുമ്പോഴത്തേന് അവർക്ക് ഘട്ടഘട്ടമായിട്ട് അവരുടെ ഈ ഒരു അവസ്ഥ മാറ്റാൻ, അവരെ നാളെ അവരൊരു സമ്പന്നരായി അല്ലെങ്കിൽ അവര് സ്വയം പര്യാപ്തിയിലേക്ക് എത്തുന്ന രീതിയിൽ അവരാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ്. ഏറ്റവും അർഹരായവരെ തിരഞ്ഞെടുത്തിട്ട് അവരിലേക്ക് നമ്മൾ ഇതിലേക്ക് നിക്ഷേപിക്കാനുള്ള വിഹിതം കൊടുത്ത് അവരുടെ നിക്ഷേപമാണ് ഈ സ്ഥാപനത്തിന്റെ സ്ട്രെങ്ത്. ഈ സ്ഥാപനത്തിന്റെ പരിപൂർണമായ ലാഭവിഹിതം അവർക്കുള്ളതാണ്. പൂർണ്ണമായിട്ടും എല്ലാ ലാഭവിഹിതം അവർക്കുള്ളതാണ്.